ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പം അങ്ങനെ രാവിലെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ അവിടെ ഇങ്ങനെ കയറി കിടക്കുമായിരുന്നു കേട്ടോ. എന്തോ ഒരു ക്ഷീണം. അപ്പോൾ എല്ലാവരും പറയും ആശുപത്രിവാസം നല്ലതാണ്. കിടക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ്, കൂടിയിരിക്കുന്നവർക്ക് അതിലുപരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം എല്ലാ കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അതിൻ്റേതായിട്ടൊരു ക്ഷീണം ഏട്ടനും ഉണ്ട്. പനിയടിക്കാനാണോ എന്തോന്ന് അറിഞ്ഞുകൂടാ. അല്ലാതെ അങ്ങനൊന്നും കിടക്കില്ല. തീരെ വയ്യാഞ്ഞിട്ടാവുമ്പോഴേ ഇങ്ങനെ കിടക്കുകയുള്ളൂ. എന്ത് കാര്യമാണെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അനുഭവിച്ചാലേ നമുക്കറിയുള്ളൂ. അല്ലാതെ വെറുതെ ഇരിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പറ്റില്ല. രാവിലെ കാപ്പി മേടിക്കാൻ പോകാനൊക്കെ കൊണ്ടാണ് കേട്ടോ. നമുക്ക് 8 മണി 7:45 അത്രയേ ഉള്ളൂ. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. രാവിലെ കുളിച്ചു. ഇന്നൊരു എന്താ പറയുക, ഒരു 4 മണി 4:30 ആയിട്ടാണ് എനിക്ക്. പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഇന്നലെ ഡോക്ടർ വന്നില്ല, മെനഞ്ഞാന്ന് ഡോക്ടർ വന്നില്ല. അപ്പം ഇങ്ങനെ മനസ്സുകൊണ്ട് ഇതിലിങ്ങനെ ഇരിക്കുക. ഡോക്ടർ വന്നെങ്കിൽ നമുക്ക് വീട്ടിൽ പോവാം എന്നുള്ള ഇതിലിങ്ങനെ. അതിന് രാവിലെ പോയി കുളിയൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുക. ഏട്ടൻ ചായയൊക്കെ എടുക്കുന്നു, ചായക്ക് വേണക്കുണ്ട്. അപ്പോൾ രാവിലെ ഒരു 5:30 ആകുമ്പോൾ കാലിച്ചായ വാങ്ങിച്ചു വരും. അത് നമ്മൾ കുടിക്കും. പിന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് കഴിക്കാൻ വാങ്ങിക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ കാലടിച്ച് നമ്മുടെ അല്ല, 2 ചെറുതുകളുണ്ട് ഇവിടെ. എന്നാക്കളെ കൊള്ളോ? കറി ഇങ്ങനെ കവറിനകത്ത്. ഓ, അത് നമ്മുടെ ചേട്ടാ, ഇത് കറി ഇങ്ങനെ കവറിനകത്ത്. ഇതിലെല്ലാം ചെളിയായി. ചോറൊക്കെ കഴിച്ച് കറിയുടെ അരപ്പൊക്കെ കരണ്ട് നോക്കും. എന്ത് ചെയ്യാനും. ഇപ്പുറത്തെ കൈ കുത്തിയിരിക്കുകയായിരുന്നു, അത് മാറ്റാൻ പറ്റില്ല. പക്ഷേ അത് മാറ്റി ഇപ്പം നമ്മൾ കൈ പറ്റുന്നില്ല. നീ കൈ വലത്തെ കയ്യിലിട്ടു. ഒന്നും തിന്നാനും പറ്റില്ല, കുടിക്കാനും പറ്റില്ല. ജോൺ ഡോക്ടർ പോയി. അങ്ങോട്ട് പിടിക്കും ചേട്ടാ, ആംബുലൻസ് വേണം. അവർ സൈഡിലിടുവാണോ? അല്ല, അവർ വിടാൻ പറ്റില്ല. വീട്ടിലിരുന്നേ നിങ്ങളെതിലേ പോയ ഇതിലേ കൂടോ? നമുക്ക് ഇതിലെ മെയിൻ വഴിയുണ്ട്, അതിലെ കൂടെ എളുപ്പ വഴി അങ്ങോട്ട് ഇറങ്ങാം. അതാ അവർ കണ്ടാൽ അവർ വിടത്തില്ല കേട്ടോ. നമ്മൾ ഈ സൂചി കയ്യിലിരിക്കുന്നതുകൊണ്ടേ. അപ്പോൾ ഇവിടെ എനിക്ക് 2 പെമ്മക്കളെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ എറമ്പിലത്തെ കട്ടിലാണ് കിടക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് 2നെയും കേട്ടോ. 2 എണ്ണത്തിനോട് ഞാൻ ഇങ്ങനെ കുത്തി പിടിച്ചിരിക്കുക. അവളുമാർ ഒട്ടും മാറില്ല. അമ്മയെ അച്ഛാന്ന് പറഞ്ഞ് നോക്കി. അപ്പം നോക്കി നമുക്ക് ഡിസ്ചാർജ് എഴുതിയിട്ടുണ്ട് കേട്ടോ. സൂചിയൊന്നും ഊരിയില്ല, സൂചിയൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞിട്ട് വന്നേ. വീട്ടിൽ പോകാനുള്ളത്. അത് ഭയങ്കര സന്തോഷത്തിലാണ്. വീട്ടിൽ പോകാൻ ഇനി പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് പിന്നെയും വരേണ്ടി വരും. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ റെസ്റ്റ് ഞാൻ അത്യാവശ്യം റെസ്റ്റൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കൂട്ടുകാരെ. പിന്നെ ഒരു വീടല്ലേ, വീടാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ അത്യാവശ്യം നമ്മളൊക്കെ ചെറുതായിട്ടൊക്കെ നമുക്ക് കാണുമല്ലോ. അതൊക്കെ നമ്മൾ ചെയ്യണമല്ലോ. എടുത്ത് എന്നോട് സംസാരിക്കത്തില്ലായിരുന്നു. എന്നാ പൊറോട്ട എടുത്താൽ മതി. പിന്നെ എൻ്റെ ഉടുപ്പേ തുടങ്ങി ഇല്ല. ഇതെനിക്ക് ഇങ്ങനെ താങ്ങുന്നു വേണം. ഇത് ഇച്ചിരി പൊക്കി പോയി. ഇതിങ്ങനെ എനിക്ക് ചവിട്ടാൻ വേണം. ഇച്ചിരി കിളത്തി വെക്ക് മുട്ട്. ചേട്ടാ കാലിച്ചിരി കിളത്തി വെക്കുക. എനിക്ക് കാലെത്തുന്നില്ലെന്ന്.
കഞ്ഞി മതിയാ? മതി മതി. അയ്യോ ഒത്തിരി ഉണ്ട്. എല്ലായിടത്തും ഞാൻ കുടിക്കത്തില്ല ചേട്ടാ. വേണ്ട ചേട്ടൻ കുടിക്കേ. ഇതെന്തുവാ കൊണ്ടപാട്? കഞ്ഞി വേണമെന്ന് ചോദിച്ചത് എന്നോടല്ല കേട്ടോ. എനിക്ക് കഞ്ഞി എന്ന് കഴിഞ്ഞാൽ അപ്പുറത്ത് 2 ചെറുകളുണ്ടെന്ന് പറഞ്ഞില്ലേ, അവളുമാർക്ക് വേണമെന്നാണ് ചോദിക്കുന്നത്. വലിയ കാര്യം രണ്ടിനോട് കേട്ടോ ഏട്ടനും. ഉപ്പും കൂടെ ചമ്മന്തിപ്പൊടി ഉണ്ട് കേട്ടോ. എന്തുവാ സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഉറക്കവും വരുന്നു. ഒരു ടെൻഷനായി. വിടുവോ 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 വിടുവോ. ഇച്ചിരി മതി എനിക്ക്. വേറെ ആര് ചോദിച്ചാലും ഞാനത് പറഞ്ഞു കൊടുക്കും ഇന്നതാണെന്ന് പറയും. പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലെന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ അറിയാം. അങ്ങനെ പയറുതോരൻ, അച്ചാറ്, ചമ്മന്തിപ്പൊടി, ഇത് ഇത്രയും നിന്ന് കിട്ടില്ല. ഇത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന ഡിസ്ചാർജ് ഡോക്ടർ പറഞ്ഞാലും ഇത് എഴുതിയെടുത്തൊക്കെ വരുമ്പോഴത്തേനും സമയമാകും. ഉച്ചക്കത്തെ പൊതിയും മേടിച്ച് വേണം പോകാൻ. നമ്മളെ ഡ്രസ്സെല്ലാം അതിൽ പാക്ക് ചെയ്ത് വെച്ച്, കുറച്ച് ഡ്രസ്സൊക്കെ ഉള്ളായിരുന്നു. പിള്ളേരിന്നലെ വരാഞ്ഞുകൊണ്ട് വന്നിരുന്നെങ്കിൽ അതും കൂടെ കൊണ്ടുപോയേനെ അവർ. ഞാൻ കഞ്ഞി കുടിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഏട്ടൻ കഞ്ഞി കുടിക്കാൻ പോവാണ്. ഞാൻ കഞ്ഞി കുടിച്ചു കഴിഞ്ഞു. അപ്പോൾ 1 സ്പൂണേ ഞങ്ങൾക്കുള്ളായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഏട്ടൻ കഴിക്കാതിരുന്നത്. പൊറോട്ട വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ഇരിപ്പുണ്ട്. അത് വീട്ടിൽ കൊണ്ടുപോകാം. ഏട്ടന് കഞ്ഞി മതി എന്ന് പറഞ്ഞു. ചമ്മന്തിപ്പൊടി മൊത്തം കിട്ടും. വെച്ചിരുന്നിട്ട് എന്ത് ചെയ്യാനായിട്ട്. ആ ആ ആ ആ അതിൻ്റെ ചീട്ടിരിക്കുന്ന അതിനകത്തിൽ. പാവം എൻ്റെ ഏട്ടൻ പണിക്കും പണക്കത്തില്ല. എന്ത് ചെയ്യാന്ന് പറ. എന്ത് ചെയ്യാനാ കൂട്ടുകാരെ. നമുക്ക് പണിക്ക് ഏട്ടനെ വിടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഏട്ടൻ പോയി കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ അവസ്ഥ ഭയങ്കരമായിട്ട് പോകും. എൻ്റെ അമ്മയ്ക്കാണെങ്കിലും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ വരാനോ ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ രണ്ടാമത് പിന്നെ എൻ്റെ അമ്മായിയമ്മയാണ്. എൻ്റെ അമ്മായിയമ്മയ്ക്കും വയ്യാത്തതാണ്. അപ്പം അമ്മയാണെങ്കിലും എനിക്ക് കൂട്ടിരുത്താൻ പറ്റില്ല. പിന്നുള്ളത് പുത്രന്മാരാണ്. അവന്മാരെ ഇവിടെ ഇരുത്തിയാൽ ഒരു കഥയില്ല. അവന്മാർ പിന്നെ ഞാൻ അവന്മാരെ തിരക്കി ഇതിലെ നടക്കേണ്ട ഗതി വരും. കാരണം അവർ ഇങ്ങനെ ഉത്തരവാദിത്തങ്ങളൊന്നും ഏൽക്കാത്തതുകൊണ്ടായിരിക്കാം, എന്തോ അറിയില്ല. അവരത് ശരിയാവില്ല എന്നാണ് എനിക്ക് തോന്നൽ. അപ്പോൾ ആ കാരണത്താലാണ് നമുക്കവിടെ വയ്യാതെ കിടക്കുമ്പോഴാണെങ്കിലും നമുക്കറിയാം അവന്മാർ ചോറും കറിയെല്ലാം വെച്ച് തരും, കാര്യം ശരിയാണ്. പക്ഷേ ആശുപത്രിയിലെ കാര്യങ്ങളൊന്നും അവന്മാർക്കും അത്ര വലിയ പരിചയമില്ല. അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർ ചെയ്യും. അപ്പോഴും ഞങ്ങൾ അമ്മയും അപ്പനും ഓടണം കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഏട്ടനെ ജോലിക്ക് വിടാതെ ഇവിടെ ഇരുത്തുന്നത്. ജോലിക്ക് പോയാലേ പൈസ ഉള്ളൂ എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അങ്ങനെ എൻ്റെ ഏട്ടൻ ജോലിക്ക് പോകുമ്പം എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ലാതായിപ്പോയി. അപ്പോൾ ഇതും എല്ലാം നോക്കണമെങ്കിൽ ഏട്ടനെ കൊണ്ട് പറ്റുള്ളൂ. അപ്പോൾ അതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞ് ഏട്ടനോട് നല്ല ബഹുമാനം തോന്നുന്നു. ബഹുമാനം തോന്നുന്ന പോലെ അതിനപ്പുറം തോന്നണമെന്ന് പറഞ്ഞാൽ അതേപോലെയാണ് എനിക്ക് വേണ്ടി ചെയ്യുന്നതും കഷ്ടപ്പെടുന്നതൊക്കെ. പിന്നെന്താ, എല്ലാവരുടെയും ഭർത്താക്കന്മാർ വയ്യാതെ വരുന്ന ഭാര്യമാരെ നോക്കില്ലേ. പിന്നെ നോക്കാത്ത ആണുങ്ങളുണ്ട്, നോക്കുന്ന ആണുങ്ങളും ഉണ്ട്. അത് ഓരോരുത്തരുടെ ക്യാരക്ടറല്ലേ. അപ്പം എന്താ, ഏട്ടൻ്റെ അടുത്ത് ബഹുമാനം തോന്നുന്നു പറയുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ബഹുമാനം ദൈവതുല്യനായിട്ടാണ് ഞങ്ങൾക്ക്. പിന്നെന്താ, കുടുംബമല്ലേ. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇത് പറയും, അത്രയേ ഉള്ളൂ. അല്ലാതെ എന്താണ്, പിന്നെ നിങ്ങൾ അങ്ങനെ അറിയുമ്പം മനസ്സിലാകും എൻ്റെ ഏട്ടൻ്റെ ആ ഒരിത്. ഇപ്പോൾ ഒന്നും പറഞ്ഞാൽ അറിയില്ല. പാവം. എന്ത് ചെയ്യാൻ, 2 കുടുംബം നോക്കേണ്ട വന്നില്ലേ. നമ്മുടെ കുടുംബം നോക്കണം. നമ്മുടെ കുടുംബത്തിൽ എനിക്ക് ആങ്ങളയില്ലല്ലോ. അപ്പോൾ അവിടെ എൻ്റെ അമ്മയ്ക്ക്
അച്ഛനും ഇല്ല. അമ്മയ്ക്ക് പേര് വയ്യാഴ്ച വന്നാലും അവിടെ എൻ്റെ പുറകിൽ ഓടാൻ എൻ്റെ ഏട്ടനേ ഉള്ളൂ. ഇപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും അമ്മയ്ക്കൊക്കെ വയ്യാഴ്ച വന്നാലും അവിടെ ഓടാനും എൻ്റെ ഏട്ടനേ ഉള്ളൂ. എന്ത് ചെയ്യാനാ, മൂത്തതായി പോയില്ലേ. എത്ര മൂത്തതാണെന്ന് പറഞ്ഞാലും ചെയ്യാനൊരു മനസ്സും നോക്കാനുള്ളൊക്കെ ഒരു മനസ്സുണ്ടായാലേ എല്ലാ കാര്യങ്ങളും നടക്കത്തുള്ളൂ. ആ ഒരു മനസ്സ് നല്ല പോലെ ഉണ്ട് ഈ മനുഷ്യന് കേട്ടോ. അവിടെ അപ്പുറത്തെ കട്ടിലിൽ പേഷ്യൻ്റ് വന്നിട്ടുണ്ട്. അതാണ് ഈ നോട്ടം. കഞ്ഞി ഇവിടെ നിന്ന് കുടിക്കുന്നെങ്കിലും നോട്ടം മൊത്തം ഇനി അങ്ങോട്ടാണ്. ഇവിടെ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണ് ഏട്ടനും അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നവരുടെ കാര്യങ്ങൾ അറിയാൻ വലിയ മിടുക്കാം. ആ പെണ്ണ് അവിടെ ചാടി ഇവിടെ ചാടി എല്ലാം മനസ്സിലാക്കും. എന്നിട്ട് ഇവിടെ വന്ന് അണ്ണാ 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 ഇങ്ങനെ അണ്ണാ അങ്ങനെ അണ്ണാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് പറയും. അത് കേട്ടുകൊണ്ട് അണ്ണനും പറയും എനിക്കും അങ്ങനെയൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു കൊച്ചേ, ഞാനും അതൊക്കെ കണ്ടതാ പറഞ്ഞതാന്ന് പറഞ്ഞുകൊണ്ട് അണ്ണനും അങ്ങനെ തുടങ്ങി. ഞാനാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ബാത്റൂമിൽ പോകുന്ന വഴിക്കൊക്കെയാണ് ഇത്തരം അപ്പുറത്തെ ആൾക്കാർ കിടക്കുന്നത്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യില്ല. നമ്മൾ നമ്മുടെ കാര്യത്തിന് പോകുന്നു, നമ്മൾ തിരിച്ചു പോരുത്, അത്രയേ ഉള്ളൂ. ഇതങ്ങനെയല്ല. അവിടെ ഏതൊക്കെയെന്നുള്ളതാണ്. അതിനാണിപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നപ്പോൾ ഇങ്ങനെ നോക്കുക, ഇനി അവരെവിടെ ഉള്ളതാ എന്താ ഏതാ ഇങ്ങനെയൊക്കെ അറിയണം. ആ ഒരു ഇതിലാണ്. സമാധാനമില്ല. പിന്നെ അമ്മ എന്നും വീട്ടിൽ ചോറ് കൊണ്ടുവരും കേട്ടോ. ഏട്ടൻ്റെ അമ്മ എന്നും ചോറ് കൊണ്ടുവരും. എല്ലാം കഷ്ടപ്പാട്, എല്ലാത്തിനും ഓട്ടമായിപ്പോയി. എന്താന്ന് പറഞ്ഞാൽ അമ്മയും വയ്യാത്തടത്ത് ചോറും കൊണ്ടുവന്ന് ഓടി. ചിലപ്പോൾ ഏട്ടൻ അങ്ങ് പോയി വാങ്ങിക്കും. എന്നാലും അമ്മ വൈകുന്നേരം എന്നെ കാണാൻ വരും. ഞാൻ കിടക്കുന്ന കാരണത്താൽ എല്ലാ എണ്ണത്തിനും കഷ്ടപ്പാടായിപ്പോയി. എന്ത് ചെയ്യാനാ. ആ വയ്യാഴ്ച വന്നാൽ നമ്മളിപ്പം ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി വയ്യാഴ്ച വന്നാൽ ഞാൻ പിടിച്ച് നിന്ന് നോക്കിയ ആളാണ്. പക്ഷേ നമുക്കിപ്പോൾ അത് പിടിച്ച് നിൽക്കാനൊക്കാത്ത വിധം നമ്മുടെ ശരീരം പോയി. അപ്പോൾ പിന്നെ ആശുപത്രി വന്ന് ഇപ്പം നമുക്ക് രോഗമില്ലെങ്കിൽ എന്തായാലും ഗവൺമെൻറ് പ്രൈവറ്റിനാണെങ്കിൽ പിന്നെ അവർ ക്യാഷിന് വേണ്ടിയിട്ട് അവർ അഡ്മിറ്റ് ചെയ്യുമെന്ന് പറയാം. ഇപ്പം ഗവൺമെൻറ്റിൽ എന്തായാലും അങ്ങനെ ഒരു ഇതില്ല. അപ്പോൾ അത്ര രോഗം ഉണ്ടെങ്കിൽ മാത്രമേ അവർ അഡ്മിറ്റ് ചെയ്യുള്ളൂ. അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അഡ്മിറ്റ് ചെയ്തേക്കുന്നത്. അല്ലാതെ ചുമ്മാ അതൊന്നും ഡോക്ടർ ഇവിടെ എന്താ പറയുക നീ ഇവിടെ കയറി കിടന്നോന്ന് പറഞ്ഞ് കയറ്റി കിടത്തത്തില്ല നമ്മളെ. അത് കൂട്ടുകാരൊന്ന് പ്രത്യേകിച്ചൊന്ന് മനസ്സിലാക്കിയേക്കണം കേട്ടോ. കാരണം കൂട്ടുകാർ വിചാരിക്കും നമ്മളെന്താ ഇതിങ്ങനെ എന്നും വന്ന് ആശുപത്രി കിടക്കുന്നത് എന്താ. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കുമ്പോൾ ഞാനൊരു കിടപ്പ് രോഗിയാണെന്ന് പറഞ്ഞ ഒരു കിടപ്പ് ഇടപെടലേ കിടക്കുന്നില്ല. അതെന്നോണ്ട് കഴിയില്ല കൂട്ടുകാരെ. അങ്ങനെ കിടക്കണമെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ ഉന്നയിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോകണം. അത് ഞാനറിയാതെ എൻ്റെ ബോധം പോവുമോ അല്ല ഞാൻ എന്തെങ്കിലും അതങ്ങനെ ആകിക്കണം, എന്നാലേ ഞാൻ അങ്ങനെ കിടക്കുകയുള്ളൂ. ഇല്ലാതെ ഞാൻ കിടക്കില്ല. അതെന്താണ് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് എനിക്ക് കിടന്ന് ഉറങ്ങുന്നതോ മറ്റു കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. അപ്പം അങ്ങനെ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോകുന്നതൊക്കെ ചില സമയത്ത് എൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണം കൊണ്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോകുന്നില്ല. അങ്ങനെ ഉറങ്ങില്ല ഞാൻ. അതാ ഞാൻ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ റെസ്റ്റും എടുക്കില്ല. എന്തോ ചെയ്യുമെന്ന് പറ. നമ്മളങ്ങനെ ആയിപ്പോയി. ചെറുതിലേ നമ്മളിങ്ങനെ ജോലി ചെയ്തെന്നും അങ്ങനെ ചെറുതിലെന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞിലേ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ നടന്നതാണ്. അപ്പം അതിൻ്റെയൊക്കെ ആയിരിക്കാം നമ്മളിങ്ങനെ ആയിപ്പോയത്. എന്തോ അറിഞ്ഞുകൂടാ. കഥ പറഞ്ഞിരുന്നത് ഞാൻ ഇവിടുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ കിടന്നെടുത്ത വാർഡിൽ നിന്ന് നമ്മളിങ്ങോട്ട് വെളിയിലോട്ട് പോരാൻ കൊണ്ട് ഇങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. നമ്മൾ വാർഡിൽ അങ്ങ് അറ്റമാണ് കിടന്നത്. വാതിലിന് ഇവിടെ വരണമെങ്കിൽ ഇങ്ങ് വരണം. അപ്പം ഇങ്ങോട്ട് നടക്കുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് നടന്നിട്ട് അവിടെ നിന്ന് പിന്നെ തിരിച്ചിങ്ങോട്ട് സൈഡ് ഇടവഴി കൂടെ വരാന്തേ കൂടെ നടന്ന് പിന്നെ ഇങ്ങ് വന്ന് വേണം നമ്മൾ കിടന്ന ഭാഗത്ത് വന്നിട്ട് വേണം സ്റ്റെപ്പിൻ്റെ അതിൽ ഇറങ്ങി താഴത്തെ നിലയിലോട്ട് പോകും. നമ്മൾ രണ്ടാമത്തെ നിലയിലാണ് കിടന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താപ്പോട്ട് പോവുകയാണേ. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ട് ചെല്ലുന്നിടത്താണ് നമ്മുടെ സെക്യൂരിറ്റി മാമനൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ആരെയും കയറ്റി വിടത്തില്ലാത്ത ദുഷ്ട മാമൻ ഇരിക്കുന്നത്. ഞാനൊരു ദിവസം കയറി ദേഷ്യപ്പെട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കേട്ടോ. പിന്നെ കള്ളമാണ്. കുഞ്ഞുങ്ങൾ നമ്മളെ ഒന്ന് കാണാൻ വരുമ്പോഴത്തേക്ക് ഭയങ്കര കറക്ഷൻ. എന്നിട്ട് കഴിഞ്ഞ ദിവസം അതിലെ കൂടെ കള്ളനും കയറി ഇറങ്ങി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തിനാണ് ഈ പാവങ്ങളോട് ഇത്ര ഇത് കാണിക്കുന്നത്. ഞാൻ അതിന് കുറേ പറഞ്ഞു. അങ്ങനെ നമ്മൾ വെളിയിലെത്തി. നമ്മുടെ ആരോഗ്യശ്രീൻ്റെ കാർഡിൻ്റെ അവിടെ നമ്മൾ നമ്മുടെ ഡിസ്ചാർജ് പേപ്പർ കൊണ്ടുവന്ന് കൈ പതിപ്പിക്കണമായിരുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ ചെന്നിരിക്കുകയാണ്. അപ്പോൾ അവർ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ ഇവിടെയാണ് നമ്മുടെ കൈയൊക്കെ പതിപ്പിക്കുന്നത് കേട്ടോ. ദേ ഞാൻ നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ എൻ്റെ അമ്മയാണ് 2-3 ഇടവേള ആശുപത്രി വന്നപ്പോൾ 4 മണിക്കേ നമ്മളെ കയറ്റി വിടുള്ളൂ കേട്ടോ. അല്ലാത്തപ്പം വിടില്ല. അതിന് അമ്മ ഇവിടെ ദേഷ്യപ്പെട്ട് ലാസ്റ്റ് ഏട്ടൻ മേളിൽ നിന്ന് ഇറങ്ങി വരേണ്ട അവസ്ഥ വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാനും പോയി വഴക്കായി.
പണമുള്ളവനും പണമില്ലാത്തതിനും രണ്ട് നിയമം, ആ നിയമം ആവാൻ പാടില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ കൂട്ടുകാർ കമൻ്റ് ഇടണം. ബൈ കൂട്ടുകാരേ.